അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലെ സമയത്തിൽ സംശയം ഉന്നയിച്ചാണ് അറസ്റ്റിനെതിരെ കോടതിയെ സമീപിച്ചത്. എന്നാൽ ഇഡിയുടെ കസ്റ്റഡിയും അറസ്റ്റും പൂർണ്ണമായും നിയമപരമാണ് എന്നുള്ള കാര്യം ഡൽഹി ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. ഒപ്പം ചില ഗുരുതര പരാമർശങ്ങളും അരവിന്ദ് കെജ്രിവാളിനെതിരെ ഡൽഹി ഹൈക്കോടതി നടത്തുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും ഈ ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിലും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി കൺവീനർ എന്ന നിലയിലും മദ്യനയം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന കാര്യം ഡൽഹി ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നു. നേരത്തെ ഇടക്കാല ആശ്വാസം തേടി ഡൽഹി ഹൈക്കോടതിയെ തന്നെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചിരുന്നത്. അന്ന് ഇഡിയുടെ പക്കലുള്ള തെളിവുകൾ മുദ്രവെച്ച പേപ്പറിൽ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇഡിയുടെ പക്കലുള്ളത് കൃത്യമായ തെളിവുകളാണെന്നുള്ള കാര്യം കോടതി പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമത്തേത് സൗത്ത് ഗ്രൂപ്പിൽ നിന്നും വലിയ രീതിയിലുള്ള ഹവാല പണമിടപാട് ഉണ്ടായി എന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ ആരോപണം. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം കൂടി, ഒരു പരാമർശം കൂടി, അതായത് കോട ആവശ്യപ്പെടുന്നതിൽ അരവിന്ദ് കെജ്രിവാളിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള കാര്യം കൂടി കോടതി പറയുന്നുണ്ട്. ഈ കേസിൽ 4 മാപ്പുസാക്ഷികൾ, ആ 4 മാപ്പുസാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം പലവട്ടം അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും കോടതിയിൽ ഉന്നയിച്ചതാണ്. അവരുടെ മൊഴിയിൽ സംശയം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ മാപ്പുസാക്ഷികളുടെ മൊഴിയിൽ സംശയം രേഖപ്പെടുത്തുന്നത് കോടതിയെയും വിധി പ്രസ്താവിച്ച ജഡ്ജിയെയും സംശയിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള കാര്യം കൂടി കോടതി ഇതിനോടകം പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അറസ്റ്റ് തടയാൻ വേണ്ടി യാതൊരു നിയമവുമില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അറസ്റ്റ് നിയമവിരുദ്ധമല്ല എന്നുള്ള കാര്യമാണ് ഡൽഹി ഹൈക്കോടതി ഇതിനോടകം വിധി പറഞ്ഞിരിക്കുന്നത്. ഇതോടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാവി ഏത് രീതിയിലാകുമെന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന് വലിയ രീതിയിൽ കോടതിയിൽ നിന്നും തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു.